ലോഡ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷത്തോടു കൂടി എഫാത്ത ഗ്രൂപ്പിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം തന്ന വലിയ നല്ല നിമിഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഒത്തിരി ആകുലതയും ഉത്കണ്ഠയും ഒക്കെ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് തിരുവചനം ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഏത് തകർച്ചയുടെ മുൻപിലും എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ നമ്മൾ അസ്വസ്ഥപ്പെടുമ്പോൾ, ആകുലപ്പെടുമ്പോൾ വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയ അതിശക്തമായ ഒരു ഒറ്റമൂലി പ്രാർത്ഥന. ഈ തിരുവചനം പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സഹായിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങളിൽ ഒത്തിരി ആകുലതകൾ, ഉത്കണ്ഠകൾ എന്നിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസത്തോടുകൂടി തിരുവചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹം കിട്ടിയ ഈ ഒരു ചെറിയ വചനം നിങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ തളരാതെ പതറാതെ മുന്നോട്ട് പോകുവാൻ ഒരു ശക്തിയായി, ഒരു ഊർജമായി, ഒരു അഗ്നിയായി, ഒരു കൊടുങ്കാറ്റായി, ഒരു തീക്കാറ്റായി ആഞ്ഞു വീശുവാൻ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും കാവൽ മാലാഖ നാമഹേതു വിശുദ്ധന്മാരോടും വിശുദ്ധകളോടും ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് നമ്മുടെ ദേശത്തിന്റെ കാവൽ മാലാഖയോട് ചേർന്ന് ഒരുമിച്ച് ഈ തിരുവചനം നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ഈ വചനം നമ്മൾ ആവർത്തിച്ച് എടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകൾ വിട്ടുമാറും. എന്തിനാ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ പലതും സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ അധികം തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഒരു നിഴല് പോലെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നമുക്ക് സ്വരമായി മാറുന്ന, നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ അറിഞ്ഞ് നമുക്ക് എല്ലാമായി തീരുന്ന പൊന്നു തമ്പുരാൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ആകുലപ്പെടുന്നത്? ഈ തിരുവചനം വിശ്വാസത്തോടുകൂടി ഒരു ദിവസം ഒരു 33 പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും. ഈ വചനം 9 ദിവസം ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 33 പ്രാവശ്യം വെച്ച് 9 ദിവസം ആവർത്തിച്ചപ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മനുഷ്യർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ തമ്പുരാന്റെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു വചനമാണ്. എൻ്റെ ജീവിതമാണ് ഒരു സാക്ഷ്യമാണിത്. ഈ ഒരു സ്നേഹം, ഈ ഒരു വചനം സ്വന്തമാക്കിക്കൊണ്ട് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും എടുത്തു മാറ്റി അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയാകുവാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.